ഇപ്പോൾ ഇൻഡസ്ട്രി ഓഫർ ചെയ്യുന്ന ജോലികൾ അത് ലക്ഷ്യം വെച്ചിട്ടാണ് ഒരു 90% വിദ്യാർത്ഥികളും സ്കൂളുകളിലും കോളേജുകളിലും പോകുന്നത്. അതിൽ ഒരു 10% മാത്രമേ എനിക്ക് വിദ്യാഭ്യാസം നേടി വിദ്യാഭ്യാസത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഒരു പുതിയ അർത്ഥവും മാനവും കണ്ടെത്താനാണ് ഞാൻ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്നത് ചിന്തിക്കുന്ന വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു വാസ്റ്റ് മെജോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ജോലി ഒപ്പിച്ച് ഒന്ന് സമാധാനമായിട്ട് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ 15 വർഷം 18 വർഷം 20 വർഷം നമ്മൾ കാര്യമായി മെനക്കെട്ട് ചെലവഴിക്കുന്ന ഈ വിദ്യാഭ്യാസ രംഗം നമുക്ക് കൃത്യമായ നൈപുണികൾ ഈ തരത്തിലുള്ള ജോലികളിലേക്ക് എത്താനും എത്തിക്കഴിഞ്ഞാൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് ആ പണിയെടുത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള നൈപുണികൾ നമുക്ക് തരുന്നുണ്ടോ? ഇത് ഒരുപാട് പല രീതിയിൽ പല മാനങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. സന്തോഷ് ജോർജ് കുളങ്ങര മുതലായ ആളുകൾ അതിനെ വളരെ പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണെങ്കിലും ഇക്കണോമിസ്റ്റുകളാണെങ്കിലും ഹൈ ലെവലുള്ള എഡ്യൂക്കേഷനിസ്റ്റുകളാണെങ്കിലും ഒക്കെ ലോകത്തെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ കുറച്ച് കണക്കുകൾ പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ഇന്ത്യയിൽ ഈ അടുത്തിടെ അതായത് 2023-24 വർഷത്തിൽ നടത്തിയ ചില സ്റ്റഡീസ് റിസർച്ചുകൾ പിന്നെ ഡാറ്റ കളക്ഷൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ദൂരെയുള്ളവർക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ വായിക്കാം. 51% ഇന്ത്യൻ ഗ്രാജുവേറ്റ്സും ജോബ് റെഡി അല്ല. നമ്മളൊരു എംപ്ലോയബിലിറ്റി ക്രൈസിസിലാണുള്ളത്. ഇത് പറഞ്ഞിരിക്കുന്ന ഇക്കണോമിക് സർവേ ആണ്. 2023-24 സമയത്ത് നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ. അടുത്തത് ഡിഗ്രി വേഴ്സസ് സ്കിൽ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഇന്ത്യയിലെ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റഡി പറയുന്നത് 2024 സ്റ്റഡി പറയുന്നത് 45% ഇന്ത്യൻ ഗ്രാജുവേറ്റ്സ് പൊസസ് ദ നെസസറീസ് ദേ ഡോണ്ട് ആക്ച്വലി പൊസസ്. അതായത് 53% ആൾക്കാരും കൃത്യമായിട്ടൊരു ജോലിക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ ഓർ നോൺ ടെക്നിക്കൽ രണ്ട് രീതിയിലുള്ള ജോലിക്ക് ആവശ്യമായ കൃത്യമായ സ്കില്ലുകൾ ഇല്ലാതെയാണ് പുറത്തേക്ക് വരുന്നതെന്നാണ്. മൂന്നാമതൊരു കാര്യമുള്ളത് കേരളത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ കേരള വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചൊക്കെ വളരെയധികം വാദോരാതെ സംസാരിക്കുന്ന ഘട്ടത്തിൽ കാണേണ്ട ഒരു കാര്യം യൂത്ത് എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ കേരള എമംഗ് ദ ഹയസ്റ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ കേരള ഇസ് എമംഗ് ദ ഹയസ്റ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. ഇതിനോട് ചേർത്ത് വെച്ച് നമുക്കൊരു കാര്യം കൂടി വായിക്കാം. 2024 ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അവരുടെ ഒരു സ്റ്റഡിയുടെ ഇടയ്ക്ക് കോട്ട് ചെയ്തൊരു കാര്യമാണ്. ദ മോർ എഡ്യൂക്കേറ്റഡ് ദ ഇന്ത്യൻ യൂത്ത് ദ മോർ ചാൻസസ് ദേ ഹാവ് ഓഫ് റിമെയിനിങ് അൺഎംപ്ലോയിഡ്. ഇതും കേരളത്തിലെ വിദ്യാഭ്യാസം നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. കാരണം നമ്മൾ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഡിഗ്രി പരമായിട്ട് നേടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിലുള്ള ജോലികളൊക്കെ എടുക്കാൻ നമുക്ക് ലേശം മടികളുണ്ട്. വൈറ്റ് കോളർ ജോബ്സ് ബ്ലൂ കോളർ ജോബ്സ് എന്നൊക്കെ വരുമ്പോൾ കൃത്യമായ പ്രിഫറൻസസ് ഉള്ള ഉന്നത വിദ്യാഭ്യാസ ജാതരാണ് നമ്മൾ, കുലജാതരല്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 2 പേരിൽ 1 ഗ്രാജുവേറ്റ് അൺഫിറ്റ് ഫോർ ജോബ് എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് സർവേകൾ മാത്രമല്ല. അടുത്തിടെ ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ ഒരു റിപ്പോർട്ട് പുറത്തിറങ്ങിയപ്പോൾ അവരുടെ മൊത്തം ലാർസൻ ആൻഡ് ട്യൂബ്രോ L&T ഗ്രൂപ്പിൻ്റെ കമ്പനിയുടെ മൊത്തം കണക്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം 45,000-ഓളം ജോലിക്കാരെ എഞ്ചിനീയർമാരെ അവർക്ക് ആവശ്യമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ആവശ്യമുള്ള തരം സ്കിൽ സെറ്റുകൾ കൃത്യമായിട്ടുള്ള ഇത്രയും 45,000 ആൾക്കാരെ നമുക്ക് കിട്ടാനില്ല. ഇതുപോലെ SIAM സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് അവർ പറഞ്ഞത് 57.44% BE അഥവാ BTech ഗ്രാജുവേറ്റ്സ് ഇൻ ഇന്ത്യ ആർ അൺഎംപ്ലോയബിൾ. ഇത്തരത്തിലുള്ള ജോലിയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഈ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിനൊക്കെ മുമ്പേ ആണ് എനിക്ക് തോന്നുന്നു നാരായണമൂർത്തിയും അല്ലെങ്കിൽ ശിവസുന്ദരനാടൻ അവരൊക്കെ പലതരം സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അത് വലിയ വിവാദമായിട്ടുണ്ട്. കുറേ പേര് അത് ആക്സെപ്റ്റ് ചെയ്തു, കുറേ പേര് അതിനെതിരെ പ്രതിഷേധിച്ചു. അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മളുടെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പുറത്ത് വരുന്ന കുട്ടികൾക്ക് ജീവിക്കാനും ജോലി ചെയ്യാനും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കുറേ സ്കിൽ സെറ്റുകൾ മിസ്സിങ് തന്നെയാണ്. ഇന്നും വിദ്യാഭ്യാസം എന്നത് സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസമുള്ള ഒരു പരിധി വരെ കുറേ കോണ്ടൻറ്റ് പഠിക്കാനും ആ പഠിച്ചതിനെ എങ്ങനെയാണോ പരീക്ഷ ഇവാലുവേറ്റ് ചെയ്യുന്ന വാല്യുവേഷൻ സെൻറ്ററിലുള്ള അധ്യാപകർക്ക് ആവശ്യമുള്ള രീതിയിൽ
എഴുതാനും പ്രാപ്തരാക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും. നമുക്ക് ഒരു 20 വർഷം മുമ്പ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും. സ്റ്റേറ്റ് ബോർഡിലാണെങ്കിലും CBSE ആണെങ്കിലും ഒക്കെ ഇപ്പോഴും നമുക്ക് 20% മാർക്ക് അപ്രോക്സിമേറ്റ്ലി, ഓരോ ക്ലാസ്സിൽ വ്യത്യാസമുണ്ട്, 10ാം ക്ലാസ്സിൽ വ്യത്യാസമുണ്ട്, 12ാം ക്ലാസ്സിൽ വ്യത്യാസമുണ്ട്, എന്നാൽ പോലും അപ്രോക്സിമേറ്റ്ലി 20% മാർക്ക് ഇൻറ്റേർണൽ അസസ്മെൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോഴും റൺ ചെയ്യുന്നത്. ഈ ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഒരു മുഴുവൻ വർഷത്തെ പലതരം പഠന പ്രവർത്തനങ്ങളുടെ ആകത്തുകയെ എടുത്തിട്ട് വേണം കാണാനെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബാക്കി 80 മാർക്കിന് മാത്രമേ നമ്മൾ പരീക്ഷ ഇടുന്നുള്ളൂ. CBSE ആണെങ്കിൽ അടുത്ത വർഷം മുതൽ 2 തവണ പരീക്ഷ ഇടും. 10ാം ക്ലാസ്സുകാർക്ക് 2 തവണ പരീക്ഷ എഴുതാം. ആദ്യത്തെ 10 തവണ പരീക്ഷ എഴുതി തൃപ്തിയായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ 2ാമത് തവണ പരീക്ഷ എഴുതാം. അങ്ങനെ പല മാറ്റങ്ങളും വരുന്നുണ്ട്. പ്രത്യേകിച്ചിട്ടും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ദേശീയ വിദ്യാഭ്യാസ നയം അത് വന്നതിന് ശേഷം പ്രകടമായ മാറ്റം NCERT തലത്തിലുള്ള സ്കൂളുകളിലും കുറേയൊക്കെ മാറ്റം SCERT തലത്തിലുള്ള സ്കൂളുകളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ എന്താ പറയുക അവരുടെ നിർദ്ദേശങ്ങളാണ്. പക്ഷെ അതും NEPയും കുറേ കാര്യങ്ങളിൽ സമാനതകളുണ്ട് താനും. ഇനി എന്തൊക്കെയാണ് മിസ്സിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ക്ലാസ് മുറികളിൽ എന്താണ് മിസ്സിങ് എന്ന് ചോദിച്ചാൽ ഏകദേശം ഈ പറയുന്ന സാധനങ്ങളൊക്കെ മിസ്സിങ് ആണ്. കണക്ക് പഠിക്കുന്നുണ്ട്, മലയാളം പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോഴും മിസ്സിങ് ആയിട്ടുള്ളത് കുട്ടികൾ ശരിയായ രീതിയിലുള്ളൊരു ചിന്ത, അത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള കാര്യം ഏകദേശം പൂർണ്ണമായിട്ടും മിസ്സിങ് ആണ്. ക്രിയേറ്റിവിറ്റിക്ക് പ്രത്യേകിച്ച് വലിയ സ്കോപ്പൊന്നുമില്ല. ഇടയ്ക്കൊരു പാട്ട്, ഒരു ആർട്ട് ഇൻ്റഗ്രേഷൻ ആക്ടിവിറ്റി, ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എന്താണ് ക്രിയേറ്റിവിറ്റി, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയൊരു വോയിഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കൺസെപ്റ്റ് ഇല്ലായ്മ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നന്നായിട്ട് നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തത് കൊളാബറേഷൻ. ഒരിക്കലും ഒരു സ്കൂളിൽ ടീച്ചർ ട്രെയിനിങ്ങിന് പോകുമ്പോൾ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ കോപ്പിയടിയാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന അധ്യാപകരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരാൾ മറ്റൊരാൾ ചോദിച്ചെഴുതുക എന്നുള്ളത് ഒരു കുറ്റമാണെന്നും അത് കോപ്പിയടിയാണെന്നും അത് പിടിക്കപ്പെട്ടാൽ ശിക്ഷ നൽകേണ്ടതാണെന്നൊക്കെ ഇപ്പോഴും വളരെയധികം അടിയുറച്ച് വിശ്വസിക്കുന്ന അധ്യാപകരാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രത്യേകിച്ചിട്ടും ഒരു വടി കൂടി കൊടുത്താൽ സന്തോഷത്തോടു കൂടി ഞങ്ങൾ വീണ്ടും പയറ്റി തെളിയുമെന്ന് പറഞ്ഞ് നടക്കുന്ന അധ്യാപകരുടെ പുതിയൊരു ഗ്രൂപ്പിനെ ഞാൻ ഈ അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയകളിൽ സജീവമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊലാബറേഷൻ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് കൃത്യമായ വലിയ ധാരണകളൊന്നും പൊതു അധ്യാപക സമൂഹത്തിൽ എങ്ങനെ ഇത് നടത്തിയെടുക്കണം, ക്ലാസ്സിൽ എങ്ങനെ കൊളാബറേറ്റീവ് ആക്ടിവിറ്റി ചെയ്യിക്കണം എന്നതിനെക്കുറിച്ച് ഉണ്ട് എന്ന് പ്രകടമായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അല്ല എനിക്ക് തോന്നുന്നില്ല. പിന്നെയുള്ളത് കമ്മ്യൂണിക്കേഷനാണ്. എല്ലാ ക്ലാസ് മുറികളിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. 90% വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഒരാൾ വളരെ വാചാലനായി എല്ലാം പറയാനുള്ളത് പറയുന്നു, മറ്റൊരാൾ നിശബ്ദനായി കേൾക്കുന്നു. അവിടെ അറിവ് നിർമ്മിക്കപ്പെടുന്ന കുട്ടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്ന ഒരു കുട്ടി ഉറപ്പായിട്ടുണ്ട്, പാസീവായിട്ടൊരു ലിസൺ ഉറപ്പായിട്ടുണ്ട്. അറിവ് എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ യാതൊരു പ്രൂഫും നമ്മുടെ മുന്നിലേക്കില്ല. കാരണം ആ പ്രൂഫുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ കുട്ടികൾ എഴുതുന്ന പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകൾ, അതൊരു ഫൈനൽ വെർഡിക്റ്റ് ആണെന്ന് ഞാൻ പറയും, എന്നാൽ പോലും പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകളിലും വളരെ കോൺസെപ്ച്വലായിട്ട് ക്രിയേറ്റീവായിട്ട് ക്രിട്ടിക്കലി ചിന്തിച്ചിട്ടൊക്കെ ഉത്തരം എഴുതേണ്ടി വരുന്ന ഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ശരാശരിയിലും താഴെയായിട്ടാണ് പലപ്പോഴും പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള കണക്കുകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എക്സാമിനേഷനുള്ള റിസൾട്ടുകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ ക്ലാസ്സിൽ മിസ്സിങ് ആണെന്നറിയാം. ഇനി എന്തിനാണ് ഈ കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാലം ഒരു ജോലി ചെയ്തിരുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നുള്ള ഇന്ത്യയിലെ തന്നെ നമ്പർ 1 IT തൊഴിൽദാതാക്കൾ എന്ന് പറയുന്ന ടാറ്റ ഗ്രൂപ്പിൻ്റെ TCSലായിരുന്നു. അവിടെ ഞാൻ ചെയ്തിരുന്നത് 15 വർഷം സ്കൂളിൽ, അത് കഴിഞ്ഞ് 4 വർഷം കോളേജ് BTech കഴിഞ്ഞ് വരുന്ന കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കലാണ്. അവർക്ക് ആവശ്യമായ ഭാഷാ സ്കിൽസ്, ഭാഷാ നൈപുണികൾ അവരെ പഠിപ്പിച്ചെടുക്കണം 90 ദിവസം കൊണ്ട്. അത് 18 വർഷം 20 വർഷം പഠിച്ചിട്ട് അവർ പഠിക്കാത്ത ഭാഷാ നൈപുണികളെ 90 ദിവസം കൊണ്ട് അവർ പഠിച്ചത് റെഡിയാക്കി എടുക്കണം. ഇല്ലെങ്കിൽ അവർക്ക് ജോലി സ്ഥിരമാവില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ജോലി സ്ഥിരമാവില്ല. അതിനകത്താണ് ഈ കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനും ഒക്കെ ഞങ്ങൾ 2ാമതും 3ാമതും 4ാമതും കുത്തിയിരുന്ന് പഠിപ്പിക്കുന്നത്. എത്ര ടൈം, എത്ര എനർജി, എത്ര മാൻ പവർ അവിടെ ഇൻവെസ്റ്റഡ് ആവുന്നു എന്നുള്ളത് ആലോചിക്കണം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള യങ്സ്റ്റേഴ്സിനെയാണ് ഇതുപോലെ ഇൻഫോസിസും TCS ഒക്കെ പോലെയുള്ള കമ്പനികൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. അവർക്ക് ഈ ട്രെയിനിങ് വേണമെന്ന് പറയുമ്പോൾ എത്ര ലെവൽ വരയ്ക്കും നമ്മളുടെ കുട്ടികളിൽ ഇതിൻ്റെ ഒരു ലാക്യൂനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇല്ലായ്മയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അടുത്തൊരു സെറ്റ്
ലിറ്ററസി എന്ന് പറയുന്നതാണ്. എഴുത്തും വായനയും മാത്രമല്ല ലിറ്ററസി. 21 നൂറ്റാണ്ടിലെ ലിറ്ററസിക്ക് പല പല അർത്ഥങ്ങളുണ്ട്. ഇൻഫർമേഷൻ ലിറ്ററസി, മീഡിയ ലിറ്ററസി, അതുപോലെ ടെക്നോളജി ലിറ്ററസി. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇനി മുന്നോട്ടേക്ക് വലിയ സ്കോപ്പൊന്നുമില്ല. കയ്യിലുള്ള മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിക്കലാണ് കുട്ടികളെ നേർവഴിക്ക് നടക്കലിൻ്റെ ശരിയായ രീതി, അല്ലെ കുട്ടികളെ നേർവഴിക്ക് നടത്താനുള്ള ശരിയായ രീതി എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അധ്യാപകരും പാരൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് കൂടിയാണ് ഈ പറഞ്ഞ 3 എണ്ണം അവരിൽ നിന്ന് അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ 21 നൂറ്റാണ്ടിൽ നിരക്ഷരാവുകയുള്ളൂ. അപ്പോൾ മൊബൈൽ എടുത്ത് മാറ്റിലല്ല, മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം, ലാപ്ടോപ്പോ അല്ലെ ടാബ്ലറ്റോ എടുത്ത് മാറ്റുകയല്ല, അതിനെ ശരിയായ രീതിയിൽ റെസ്പോൺസിബിളായി എങ്ങനെ ഉപയോഗിക്കണം എന്ന ലിറ്ററസിയിലേക്ക് അവരെ നയിക്കുമ്പോൾ മാത്രമേ കാര്യങ്ങൾക്ക് കുറച്ച് നീക്കുപോക്ക് പുരോഗമനം ഉണ്ടാവുകയുള്ളൂ. അവരുടെ കയ്യിൽ നിന്ന് ഇതെടുത്ത് മാറ്റുന്നത് ഒരു ശരിയായ പ്രവണതയാണെന്ന് തോന്നുന്നില്ല. അടുത്ത ഒരു സെറ്റ് പൊതുവേ നമ്മൾ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നു. ഫ്ലെക്സിബിലിറ്റി, ലീഡർഷിപ്പ്, ഇനീഷ്യേറ്റീവ്, പ്രൊഡക്ടിവിറ്റി, സോഷ്യൽ സ്കിൽസ്. ഇതൊന്നും സ്കൂളിൽ എവിടെയും പഠിപ്പിക്കുന്നില്ല. അബദ്ധത്തിൽ വീണ് കിട്ടി രക്ഷപ്പെട്ട കുറച്ച് ആൾക്കാർ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നല്ലൊരു ശതമാനം കുട്ടികൾ ഇതൊന്നും കിട്ടാതെ, അല്ലെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ കൂടി അടച്ച് കളഞ്ഞ സ്കൂളുകളിലൂടെയാണ് അല്ലെ കോളേജുകളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഇനി ഇത് ഓരോന്നും പ്രത്യേകിച്ചൊരു ആദ്യത്തെ 4 ലേണിംഗ് സ്കിൽസ് ഒന്ന് പരിശോധിക്കണം. എന്താണ് നമ്മൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് ഒരു വലിയൊരു സ്പെക്ട്രമാണ്. അത് ഒരു സ്കിൽ ഉണ്ടായാൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലായി, മറ്റൊരു സ്കിൽ ഉണ്ടായാൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലായി, അങ്ങനെയല്ല. അത് ഒരുപാട് എന്താ പറയുക, നൈപുണികളുടെ ഒരു കൂടിച്ചേർന്ന ഒരു ഇടമാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളൊരു സ്കിൽ സെറ്റ്. അത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട. വളരെ ചെറിയൊരു ഒരു ഡെഫിനിഷൻ, എല്ലാവർക്കും ഡെഫിനിഷൻ പഠിച്ച് ശീലമുള്ളവരായതുകൊണ്ട് ഒരു ഡെഫിനിഷൻ എന്ന രീതിയിൽ പറയണമെങ്കിൽ ഇതൊരു സാമാന്യം ഭേദപ്പെട്ട ഡെഫിനിഷനായിട്ട് എനിക്ക് തോന്നി. ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്യാൻ, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, അതിൻ്റെ മൂല്യം അളക്കാനും അത് തുലനം ചെയ്യാനും, കാര്യങ്ങളെ സ്വാംശീകരിക്കാൻ, അതായത് ലോജിക്കലി ഒരു കാര്യത്തിന് ഇൻഫർമേഷനെ സിന്തസൈസ് ചെയ്യാൻ, സ്വാംശീകരിക്കാനൊക്കെയുള്ളൊരു കഴിവ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ റീസണബിളായ ജഡ്ജ്മെൻറ്റുകളിലേക്ക് എത്താനുള്ള കഴിവ്. അതല്ലാതെ ഒരാൾ പറഞ്ഞത് കൊണ്ട് അത് ശരിയായി എന്ന് വിശ്വസിക്കുന്നതല്ല. ഇത് ക്ലാസ് മുറിയിൽ നടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യനിങ്, അസംഷൻസ്, ഐഡൻറ്റിഫൈയിങ് ബയസ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻ ബേസ്ഡ് ഓൺ എവിഡൻസ് റാദർ ദാൻ ഇമോഷൻസ് ഓർ ഒപ്പീനിയൻസ്. ഈ സംഭവം ഓൾമോസ്റ്റ് ക്ലാസ്സിൽ മിസ്സിംഗ് ആണ്. ടീച്ചർ പറയുന്നു, ടീച്ചർ കൊടുക്കുന്നു, കുട്ടി കേൾക്കുന്നു, കുട്ടി എഴുതുന്നു. ടീച്ചർ പറഞ്ഞതല്ലാത്ത കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്നില്ല. വാല്യുവേഷൻ പോയിൻറ്റ്സ് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടാണ് മാസ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പറിന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് പൊതുവെ ടീച്ചേഴ്സ് തയ്യാറാക്കുക. ഒന്ന് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, 2 ഇവാലുവേഷൻ കീ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയൊരു ബ്ലൂ പ്രിൻറ്റ്. ഈ ബ്ലൂ പ്രിൻറ്റിൽ പോലും അധ്യാപകർ അടയാളപ്പെടുത്തുന്ന പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 3, പോയിന്റ് നമ്പർ, ഈ 4 പോയിന്റ് ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക്. അത് കൃത്യമായിട്ട് അതേ ഓർഗനൈസേഷൻ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ പോയിന്റ്. ഇതിനപ്പുറത്തേക്ക് പോകുന്നൊരു കുട്ടി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു കുട്ടിക്ക് അവിടെ വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് ഓൾമോസ്റ്റ് ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം CBSE സ്കൂളുകളിലെങ്കിലും ക്രിട്ടിക്കൽ തിങ്കിങ് ലെസൺ പ്ലാനിൻ്റെ ഭാഗമായിട്ട് എഴുതി വെക്കണം. കാരണം ലെസൺ പ്ലാനിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലെങ്കിൽ അവർ ആ ലെസൺ പ്ലാൻ CBSEക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ പറയും നിങ്ങളുടെ ലെസൺ പ്ലാൻ കൃത്യമല്ല എന്ന് പറയാനുള്ള ഒരു സാധ്യത CBSE സ്കൂളുകളുണ്ട്. സ്റ്റേറ്റ് ബോർഡ് സ്കൂളുകളെക്കുറിച്ച് എനിക്ക് അത്ര ധാരണയില്ല, ഞാൻ അതിൽ ഒരുപാട് വർക്ക് ചെയ്യാത്തതുകൊണ്ട്. CBSE സ്കൂളുകളിൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് വേണ്ടി അധ്യാപകർ എഴുതി വയ്ക്കും ഒബ്സർവേഷൻ, അതുകൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, റിസർച്ച്, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. വളരെ ഉപരിപ്ലവമായ രീതിയിൽ ലെസൺ പ്ലാനുകൾ അവിടെ ഇവിടെ എഴുതി വെക്കുന്നതല്ലാതെ ശരിക്കും അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നേയില്ല. വളരെ വളരെ അപൂർവം ചില ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും അത് ശരിക്കും ക്ലാസ് മുറികളിൽ നടക്കേണ്ടവ. അതുകൊണ്ട് തന്നെ കാലാകാലമായിട്ടുള്ള സിലബസുകൾ നമ്മൾ ഉരുവിട്ട് മുന്നോട്ട് പോകുന്നു. കാലാതീതമായിട്ട് അവയെ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നു. വലിയ അപ്ഡേറ്റുകളൊന്നുമില്ലാതെ ഈ സോഫ്റ്റ്വെയർ അങ്ങനെ മുന്നോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഏറ്റവും രസം ഈ ഒരു കാർട്ടൂൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തേത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർട്ടൂൺ. ജസ്റ്റ് ഗോ ടു www.criticalthinking.com ആൻഡ് ക്ലിക്ക് ഓൺ ആൻസേഴ്സ്. ഇതാണ് ശരിക്കും ക്ലാസ് മുറിയിൽ ഇപ്പോഴും വാസ്റ്റ് മെജോറിറ്റി ഓഫ് ടീച്ചേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് പഠിച്ചെടുക്കേണ്ട ഒരു ക്ലാസ്സിൽ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് മനസ്സിലാക്കി അവരെ അതിലേക്ക് പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിന് പകരം
ഇതിവിടെ ഉണ്ട്, പോയി ക്ലിക്ക് ചെയ്തോളൂ. എൻ്റെ പണിയും തീർന്നു, അവരുടെ പണിയും തീർന്നു. ഇനി ഇതിൻ്റെ വേറൊരുദാഹരണം, ഞാൻ എന്ത് പഠിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഒരു അധ്യാപകനുണ്ടെങ്കിൽ മിക്കവാറും LKG UKG ക്ലാസ്സുകളിലെ കഴ്സീവ് റൈറ്റിംഗ് എന്നുള്ള സാധനം ഔട്ടായി പോകേണ്ടതാണ്. കഴ്സീവ് റൈറ്റിംഗ് ചെറിയ കുട്ടികൾക്ക് വലിയൊരു കേഴ്സ് തന്നെയാണ്. കാരണം ചെറിയൊരു 5 വയസ്സുള്ള കുട്ടിയുടെ കൈയുടെ എക്സ്റേയും വലിയ മുതിർന്ന ഒരാളുടെ കൈയുടെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ തന്നെ കഴ്സീവ് റൈറ്റിംഗ് എത്രമാത്രം ബുദ്ധിമുട്ടേറിയതാണ് ഒരു കുഞ്ഞിനെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. ഇനി ഈ കഴ്സീവ് റൈറ്റിംഗ് പഠിപ്പിക്കാൻ വേണ്ടി പൊതുവെ സ്കൂളുകളിൽ, പ്രത്യേകിച്ചിട്ടും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നമ്മൾ ചെലവഴിക്കുന്ന മണിക്കൂറുകൾക്ക് എവിടെയെങ്കിലും ന്യായീകരണം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ജീവിതത്തിൽ അതിന് എവിടെയും ന്യായീകരണമില്ല. 10ാം ക്ലാസ്സിലെ എക്സാമിനേഷനിൽ CBSE പാറ്റേണിൽ 10ാം ക്ലാസ്സിലെ എക്സാമിനേഷനിൽ 50% മാർക്ക്, അതായത് ടോട്ടൽ 80 മാർക്കാണ്. അപ്പം 40 മാർക്ക് 10ാം ക്ലാസ്സിൽ MCQs, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ അടയാളപ്പെടുത്താനാണ് നമ്മൾ ഈ കുട്ടികളെ കഴ്സീവ് റൈറ്റിംഗ് എന്നുള്ളൊരു വലിയൊരു ശാപത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നത്. കഴ്സീവ് റൈറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം ഭാഷ പഠിപ്പിക്കാൻ, വൊക്കാബുലറി പഠിപ്പിക്കാൻ, ഭാഷയുടെ പ്രത്യേകതകൾ പഠിപ്പിക്കാൻ, ഭാഷയുടെ സ്നേഹമുണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് കുട്ടികളെ നയിക്കാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഇംഗ്ലീഷും സായിപ്പെന്ന് കേൾക്കുമ്പോൾ പേടിയോടുകൂടി പുറത്തിറങ്ങുന്ന ഒരു വലിയ സമൂഹം കുട്ടികളെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. കുറേ കൂടി സ്നേഹത്തോടെ, കുറേ കൂടി സ്വാതന്ത്ര്യത്തോടെ ഭാഷയുമായി ഇടപെടുന്ന ഭാഷയിൽ ഇടപെടുന്ന കുട്ടികളെ നമുക്ക് അന്ന് മുതൽ ഉണ്ടാക്കാമായിരുന്നു. അതിന് പകരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് യാതൊരു ആവശ്യവും ജീവിതത്തിൽ വരാൻ സാധ്യതയില്ലാത്ത ഈ കഴ്സീവ് റൈറ്റിംഗ് പഠിപ്പിച്ചെടുക്കുകയാണ്. മിക്കവാറും അഡ്വാൻസ്ഡ് രാജ്യങ്ങളിലൊക്കെ ഈ എഴുത്ത് കുത്തിപ്പിടിച്ചെന്ന് പഠിപ്പിക്കുന്ന സംഭവം മാറിക്കഴിഞ്ഞു. അവരെന്ത് എഴുതുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, എങ്ങനെ എഴുതുന്നു എന്നുള്ളതിനല്ല. നമ്മളിന്നും കുട്ടിയുടെ ഏറ്റവും നല്ല 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സിൽ ഇന്നും നമ്മൾ അവരെ പിടിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് എവിടെയൊക്കെ മിസ്സിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഇത്ര പോലും ചിന്തിക്കാൻ പറ്റാത്ത അധ്യാപകർ എങ്ങനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് സിസ്റ്റമാറ്റിക്കായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം. 100% ലിറ്ററസി സർ, കേരള 100% ലിറ്ററസി എന്ന് നമ്മൾ പറയുന്നു. അതിനെ തമാശയാക്കുന്നവരുടെ ഫേസ്ബുക്കിൽ പോയി പൊങ്കാലയിടുന്നു, ഒക്കെ നടത്തുന്നു. പക്ഷെ ചോദ്യം ചിലപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടി വരും. 21ാം നൂറ്റാണ്ടിലെ നിരക്ഷരത യഥാർത്ഥത്തിൽ വായിക്കാനോ എഴുതാനോ അറിയാത്തതല്ല. വിശ്വസിക്കാൻ വേണ്ടി പഠിപ്പിച്ച നുണകൾ മനസ്സിലാക്കി ചോദ്യം ചെയ്യാൻ കഴിയാത്തതാണ്. എവിടെയോ ഒരു സോഷ്യൽ മീഡിയയിൽ എനിക്ക് വന്ന പോസ്റ്റ്, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ അടുത്ത് ഇവിടെ ഇട്ടത്. എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിക്ക് എങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ലെസൺ പ്ലാനിലെ 2 or 3 നോട്ടുകളെ കൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഞാൻ പഠിപ്പിച്ചു ആ കുട്ടിയെ എന്ന് എനിക്ക് പറയാൻ പറ്റുക? അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളൊരു ഫാക്കൽറ്റി ഇല്ലാത്ത അധ്യാപകർ, അതിന് കൃത്യമായ രീതിയിൽ ട്രെയിനിങ് ലഭിക്കാത്ത അധ്യാപകർ, അതിന് മനസ്സുകൊണ്ട് റെഡിയാവാത്ത അധ്യാപകർ, വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദം അവർ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലൂടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് സ്കിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ് കഴിഞ്ഞു, അടുത്തത് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സ്പെക്ട്രാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരു അധ്യാപകന് ഒരു ക്ലാസ് മുറിയെ ഒരു വിസ്മയിക്കുന്ന ഒരു ലോകമാക്കി മാറ്റാൻ കഴിയും ഈ ക്രിയേറ്റിവിറ്റി എന്നുള്ളൊരു എലിമെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ. എത്ര സുന്ദരമായിട്ട് നമുക്കൊരു ക്ലാസ് മുറികളെ മാറ്റാൻ പറ്റും. വിദ്യാഭ്യാസം എന്നുള്ളൊരു ഒരു അറിവ് നിർമ്മാണ പ്രക്രിയ എത്ര സുന്ദരമായിട്ട് മാറ്റി എഴുതാൻ പറ്റും. പക്ഷേ അതിന് വളരെ റിജിഡായ ചിട്ടക്കൂടുകൾക്കുള്ളിലൂടെ ഇത് 10 വർഷം മുമ്പ് എഴുതിയ നോട്ട് അത് തന്നെ വെച്ച് അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. കാരണം പരീക്ഷയ്ക്ക് ഈ രീതിയിലാണ് ചോദിക്കുക. നമ്മൾ പറയും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് പഠന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പറയുന്നത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ സ്കൂളുകളിൽ കൃത്യമായി പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. പുറമേ നിന്ന് അങ്ങനെ പറയുന്നവരുണ്ട്, ഉണ്ടാവും ഒരു സ്കൂൾ 1 or 2 അധ്യാപകർ ആ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇന്നും വലിയൊരു മെജോറിറ്റി അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ, ഇന്നും ഹിസ്റ്ററി ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്? വളരെ ബോറിംഗ് ആയ രീതിയിലാണ് ഇന്നും നല്ലൊരു ശതമാനം ഹിസ്റ്ററി ക്ലാസ്സിൽ നടക്കുന്നത്. നമുക്കും അറിയില്ല, പഠിപ്പിക്കുന്നവർക്കും അറിയില്ല, കേട്ടിരിക്കുന്നവർക്കും അറിയില്ല ഞാൻ ഇത് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത്. അതിന് എത്ര മനോഹരമായി, എത്ര ഭംഗിയായിട്ട് മറ്റ് സബ്ജക്റ്റുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇതിനെ ചേർത്ത് വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. ഒരു ക്വിസ് നടത്തിക്കൊണ്ട് പിന്നെ എന്താണ്, കഴിഞ്ഞ ദിവസം എവിടെയോ ഞാൻ വായിച്ചു, സന്തോഷ് ജോർജ് കുളങ്ങര എങ്ങനെയാണോ സഞ്ചാരം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ ഒരു അധ്യാപകൻ അയാളുടെ ഹിസ്റ്ററി ക്ലാസ്സിൽ ഡയലോഗുകൾ പറഞ്ഞിട്ടും
ഇൻ്റർവ്യൂസൊക്കെ ചെയ്തിട്ട് ഹിസ്റ്ററി പഠിപ്പിച്ചു വന്നു. ആ ക്ലാസ് ആ കുട്ടികൾ ഒരിക്കലും മറക്കില്ല. അത് ക്രിയേറ്റീവായിട്ട് അധ്യാപകൻ അവിടെ ഇടപെട്ടതിൻ്റെ പ്രത്യേകതയാണത്. ഇനി ഈ പഠിക്കുന്ന ഹിസ്റ്ററി എന്നുള്ള അതൊരു വേറൊരു ചർച്ചാ വിഷയമാണ്. എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ലോകത്ത് ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നത് വേറൊരു ചർച്ചാ വിഷയം. എന്നാൽ പോലും നമ്മളീ പഠിക്കുന്ന ഹിസ്റ്ററി, അതിൽ നമ്മൾ മാത്സിൻ്റെ ഹിസ്റ്ററി ഉൾപ്പെടുത്തുന്നുണ്ടോ, ശാസ്ത്രത്തിൻ്റെ ഹിസ്റ്ററി ഉൾപ്പെടുത്തുന്നുണ്ടോ, ഇത് ഭാഷയുടെ ഹിസ്റ്ററി ഉൾപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. ഹിസ്റ്ററി വേറെ തന്നെ ഒരു വേറിട്ട സബ്ജക്റ്റാണ്. മലയാളം വേറെ തന്നെ വേറൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റാണ്. ഇംഗ്ലീഷ് ഇതുമായിട്ട് ഒരു ബന്ധമില്ല, 45 മിനിറ്റിനുള്ളിൽ പഠിപ്പിച്ചെടുക്കേണ്ട വേറൊരു സംഭവമാണ്. ഇതൊന്നും തമ്മിലുള്ള ലിങ്കിങ് എവിടെയും നടക്കുന്നില്ല. മാത്സിൻ്റെ അധ്യാപനം വരുന്നു, 45 മിനിറ്റ് പഠിപ്പിക്കുന്നു, പോകുന്നു. അടുത്തത് മലയാളമായിരിക്കും. ഇതുമായി യാതൊരു ബന്ധമുള്ള രീതിയിലായിരിക്കും അത് നടക്കേണ്ടാവുക. ഇത്രയും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളിലാക്കിയിട്ട് 45 മിനിറ്റ് ക്യാപ്സ്യൂളായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നത് കൊണ്ട് എവിടെയാണ് കുട്ടിക്ക് നൈപുണികൾ ഉണ്ടാവുക? കാരണം ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണാത്മകമായിട്ടുള്ള സർഗശക്തിയുള്ള സൃഷ്ടിപരതയുള്ള കുട്ടികളെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വ അധ്യാപകർക്കുണ്ടെങ്കിൽ അവർക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിൽ വിദ്യാഭ്യാസം വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസായി മാറിയേനെ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മിക്ക ആൾക്കാരും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ അനുഭവിക്കാത്തവരാണ്. അധ്യാപകരും അത് അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണകൾ കുറവാണ്. ഞാൻ PPT പറഞ്ഞ കാര്യങ്ങൾ രണ്ടാമത് വായിക്കുന്നില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു സെൻസ് ഓഫ് പർപ്പസ് നൽകാൻ ക്രിയേറ്റീവായിട്ടുള്ളൊരു ക്ലാസ് മുറിക്ക് കഴിയും. ക്രിയേറ്റിവിറ്റിയോടുകൂടി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടാവും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് അതായിരുന്നു, സെൻസ് ഓഫ് പർപ്പസ്. അടുത്തതെന്ന് നമ്മളുടെ ചിന്തകളെ അത് ഉദ്ദീപിപ്പിക്കും. ഒരു പാസീവ് ലിസണറായി ക്ലാസ്സിലിരിക്കുന്നതിനേക്കാളും എത്രയോ കൂടുതൽ ആ പഠനത്തിൽ ഞാൻ ഇൻവോൾവായി ചെയ്യുമ്പോൾ എനിക്ക് ഒരു സ്ഥാനമുണ്ട് ആ പഠനത്തിൽ, ആ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ എനിക്കൊരു ഓട്ടോണമി ഉണ്ട്. ഞാൻ സ്വന്തമായി ഒരു പഠിതാവായി സ്വയം മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ആ സാധ്യതകൾ അത് എത്രമാത്രം ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യാപകരുണ്ടെങ്കിലും അധ്യാപകനില്ലെങ്കിലും എനിക്ക് സ്വയം പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത, അതിനുള്ള ഒരു ബലം എനിക്ക് എൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ബിക്കം എ ലൈഫ് ലോങ് ലേണർ. കാരണം ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളതാണ് 20ാം നൂറ്റാണ്ടിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നൈപുണി. ഇനി ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ പറ്റും. പ്രശ്നങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ സമീപിച്ച് പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റും. ആ പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങളായിരിക്കും കൂടുതൽ ചിന്തകൾക്ക് വഴിതെളിക്കുക, കൂടുതൽ സംവാദങ്ങൾക്ക് വഴിതെളിക്കുക, കൂടുതൽ സംഭാഷണങ്ങൾക്ക് വഴിതെളിക്കുക. അങ്ങനെ വരുമ്പോൾ ക്ലാസ് മുറികളിൽ ശബ്ദങ്ങളുണ്ടാവും, സംഭാഷണങ്ങളുണ്ടാവും, സംവാദങ്ങളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും കൊളാബറേഷനിലേക്കും കമ്മ്യൂണിക്കേഷനിലേക്കും നയിക്കുന്നു. അവിടെ അതിനകത്തൊരു ലോകം, സജീവമായിട്ടുള്ളൊരു ലോകം സൃഷ്ടിക്കപ്പെടും. എന്നാൽ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത ഫിംഗർ ഓൺ യുവർ ലിപ്സ് ആണ്. ചെറിയ ക്ലാസ് മുതൽ ഫിംഗർ ഓൺ യുവർ ലിപ്സ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കോളൂ. ചെറിയ സ്കൂൾ, അത് ഗവൺമെൻറ് സ്കൂൾ മറ്റേത് സ്കൂളൊന്നും വ്യത്യാസമൊന്നുമില്ല. കുട്ടികൾക്കെല്ലാം അനുകരിക്കുന്നൊരു കാരണം നമുക്ക് സംഭാഷണങ്ങളില്ല, സംവാദങ്ങളില്ല, നമുക്ക് തുറന്ന ചോദ്യോത്തരങ്ങളില്ല. നമ്മുടെ ചോദ്യപേപ്പറുകൾ നോക്കിയാൽ പോലും ഒരുപാട് അടഞ്ഞ ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ കിട്ടുന്നത്. കൃത്യമായിട്ട് ഒരു ഉത്തരം, അതിനപ്പുറത്തേക്ക് തുറന്ന ഒരു ചോദ്യം എത്ര അധ്യാപകർക്ക് അത് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചോദിക്കണം. കൊളാബറേഷൻ എന്നൊരു കാര്യം നടക്കാതെ ഒരിക്കലും 21ാം നൂറ്റാണ്ടിലെ ഒരു ഇൻഡസ്ട്രിയിലും ഒരു മനുഷ്യനും വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഇൻഡസ്ട്രിയും ഒറ്റ മനുഷ്യനാൽ റൺ ചെയ്യപ്പെടുന്നില്ല. അതൊരു കൂട്ടം മനുഷ്യരുടെ ഒരുമിച്ചുള്ള വരവിൻ്റെ ഫലമാണ് ഓരോ കാര്യവും. ആ ഒരു കൂട്ടം മനുഷ്യർ ഒരുമിച്ചിരുന്ന് ഒരു പ്രവൃത്തി ദിവസത്തിൽ ഒരു പ്രവൃത്തി മണ്ഡലത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ കൊളാബറേഷൻ്റെ സ്കിൽസും കമ്മ്യൂണിക്കേഷൻ്റെ സ്കിൽസും അത്യാവശ്യമാണ്. ഞാൻ പറയുന്ന ഭാഷ, ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ എനിക്ക് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റുന്നില്ല, അത് ശരിയായ രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെയാണ് എനിക്കൊരു മറ്റൊരു വ്യക്തിയോടൊപ്പം കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റുക? ഞാൻ പറയുന്നത് കൃത്യമല്ലാതെ മറ്റുള്ളത് മിസ്ഇൻറ്റർപ്രറ്റ് കഴിഞ്ഞാൽ എത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും എനിക്ക് ഞങ്ങളുടെ വർക്കിലുണ്ടാവുക. അപ്പോൾ കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഈ 2 സ്കില്ലുകളും ഇല്ലാതെ യാതൊരു കാരണവശാലും ഒരു വ്യക്തിക്കും 21ാം നൂറ്റാണ്ടിലെ ഒരു ജോബ് ഇൻഡസ്ട്രിയിലും സക്സസ്ഫുള്ളായി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതില്ലാത്തവർ പതുക്കെ ഒഴിവാക്കപ്പെട്ടു പോകും. ഇനി ഇത് പല ലെവലുകളിലുണ്ട്. ഇപ്പോൾ സബ് സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പല രീതിയിൽ പറയും. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ പറയുന്ന ടോൺ,
വോയിസ് മോഡുലേഷൻ, നമ്മുടെ കണ്ണുകളുടെ കണ്ണ് മറ്റൊരു കണ്ണിലേക്ക് നോക്കുക, ഇതിനൊക്കെയും അർത്ഥം നിർണ്ണയിക്കാനുള്ള കഴിവുകളുണ്ട്. ഇത് മുമ്പൊരിക്കലും ഞാൻ ഏതോ ഒരു എസൻസ് വേദിയിൽ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വാക്യം, നമുക്കത് വെറുതെ ഒരു ഉദാഹരണം, ഒരു വാക്യം, വന്നു അല്ലേ, വന്നു അല്ലേ, ഇതിന് എത്ര തരം അർത്ഥങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളുടെ വോയിസ് ടോൺ മോഡുലേഷൻ കൊണ്ട് മാത്രം. വന്നു അല്ലേ, വന്നു അല്ലേ, വന്നു അല്ലേ, ഒരേ വാക്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ വോയിസ് ടോൺ മോഡുലേഷൻ, ഞാൻ നൽകുന്ന അർത്ഥങ്ങൾക്ക് അത്രയും വ്യത്യാസങ്ങളുണ്ട്. ഈ 3 അക്ഷരത്തിന്, ഈ മൂന്ന് വാക്കുകൾക്ക്. ഇതിൻ്റെ ഈ നുവാൻസസ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ്, അത് എത്ര ഉള്ളിലേക്ക്, എത്ര ആഴത്തിൽ, എത്ര അഗാധമായിട്ട് പോകും, ഏത് രീതിയിൽ ഞാനത് മോഡുലേറ്റ് ചെയ്ത് കൊടുത്താൽ ഏത് രീതിയിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കും, എങ്ങനെയായിരിക്കും കൺവേ ചെയ്യപ്പെടുക. ഇതൊക്കെ നമ്മൾ സ്കൂളുകളിൽ വിദ്യാഭ്യാസ രംഗത്ത് കൃത്യമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ടതാണ്. അതത്ര പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് പലരും, ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ചില ആൾക്കാരുടെ പ്രസംഗം കേട്ടാൽ നമ്മൾ, ചില അധ്യാപകർ ക്ലാസ്സിൽ വന്നാൽ നമ്മൾ അപ്പോൾ ഉറങ്ങും, സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച അവസ്ഥയാണ്. കാരണം അവർക്കില്ലാത്തൊരു സ്കില്ല്, ഒരു പക്ഷേ ഒരു വോയിസ് ടോൺ മോഡുലേഷനോ ബോഡി ലാംഗ്വേജ് ആയിരിക്കും. അവർ ചിലപ്പോൾ നല്ല അധ്യാപകരായിരിക്കാം, പക്ഷെ അവർക്കത് കൃത്യമായിട്ട് വ്യക്തികളിലേക്ക് എത്തിക്കാനുള്ള കഴിവില്ലായ്മയുണ്ട്. അപ്പോൾ ഇത് പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമാണ്, കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനും. അത് നമ്മൾ എങ്ങനെയാണ് ക്ലാസ് മുറികളിൽ കൊണ്ട് നടത്തി പഠിപ്പിക്കുന്നത്? ഇനി അടുത്തത്, ഇത് നമ്മളെക്കുറിച്ചിട്ടാണ്. നമ്മളുടെ ജനറേഷൻ, അല്ലെ എനിക്ക് മുമ്പുള്ള ജനറേഷനുകളിൽ അവർക്ക് ഫ്ലെക്സിബിൾ ആവാനും പുതിയ 3 ലിറ്ററസികൾ പഠിച്ചെടുക്കാനും പറ്റില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ടെക്നോളജിയും ഇൻഫർമേഷൻ ലിറ്ററസിയും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണകളില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളും വാട്സാപ്പ് അമ്മാവന്മാരും അമ്മായിമാരും എന്നൊക്കെയുള്ള തന്ത വൈബൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. കാരണം അപ്ഡേറ്റഡ് ആവാൻ നമുക്കുള്ള വിമുഖത സ്വാഭാവികമായിട്ടും നമ്മളെ പരിഹസിക്കാനുള്ള ഒരു ആയുധമായിട്ട് നമ്മളുടെ ജൂനിയർ ജനറേഷനിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ടോമി സെബാസ്റ്റ്യൻ്റെ ആയിരുന്നു പണ്ടൊരു വാട്സാപ്പ് സന്ദേശം കറങ്ങി നടന്നുള്ള മൗലവിമാരും എല്ലാവരും കൂടെ അതിനെപ്പറ്റി പറഞ്ഞ്, ബേസിക്കലി ആ ലിറ്ററസി ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് തൻ്റെ കയ്യിലേക്ക് വരുന്ന ഇൻഫർമേഷൻ, അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് എന്താണ്, അതിൻ്റെ ഒത്തൻറ്റിസിറ്റി എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ശരിയാണോ തെറ്റാണോ എന്ന് മിനിമം ഒരു റിസർച്ചെങ്കിലും ചെയ്ത് ഫോർവേഡ് ചെയ്യാൻ പോലുള്ള ബോധമില്ലാത്ത ആൾക്കാരായിട്ട് നമ്മുടെ ഒരു വലിയ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇനി ജൂനിയർ ജനറേഷൻ, നമ്മളുടെ കുട്ടികളുടെ ജനറേഷൻ വരുമ്പോഴേക്കും അവർക്കും ഉണ്ട് ഇതേ ടെൻഡൻസി. ദേ ഓൾസോ ഗെറ്റ് ക്യാരിഡ് അവേ. അവർ തന്തവൈബ് എന്ന് പറഞ്ഞാൽ നമ്മളെ പരിഹസിക്കുന്ന സമയത്ത് പോലും അവരിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. അവരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനേക്കാളും രൂക്ഷമായിരിക്കും. വാട്സാപ്പ് മാമന്മാരുടേത് ആ ഒരു ലെവലിൽ നിന്നോളും. പക്ഷെ ചെറിയ കുട്ടികളുടെ ഈ ജനറേഷനിലേക്ക് വരുന്ന ഇൻഫർമേഷൻ കൃത്യമായ രീതിയിൽ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ ഫിൽറ്റർ ചെയ്യണം, ഏത് രീതിയിൽ അതിന് ഉൾക്കൊണ്ട് ഏത് രീതിയിൽ പ്രതികരിക്കണം, ഏതെടുക്കണം, ഏത് തള്ളണം, ഏത് കൊള്ളണം എന്നൊന്നും കൃത്യമായ ധാരണ കുട്ടികൾക്ക് ഇല്ലെങ്കിൽ നമ്മൾ മടന്നെടുക്കുന്നത് വലിയൊരു വിപത്തിലേക്ക് തന്നെയാണ്. കാരണം ആർക്കും എന്തും ഫ്ലോട്ട് ചെയ്യാം. അതിനെക്കുറിച്ച് കാര്യകാരണ വിചാരങ്ങളില്ലാതെ, സോഴ്സസ് എന്താണെന്ന് അനുമാനിക്കാൻ കഴിവില്ലാതെ കുട്ടികളത് ഫോർവേഡ് ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു യുദ്ധം ഉണ്ടാക്കാനൊക്കെ കുറേ കൂടി എളുപ്പമാണ്. കാരണം വി വിൽ ഗെറ്റ് ക്യാരിഡ് അവേ വെരി ക്വിക്ക്ലി. റീൽസുകൾ മാത്രം ഇട്ട് യുദ്ധം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ചൈന ചെയ്യുന്നുവെന്ന് ഈ അടുത്തിടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സന്ദേശം കിട്ടിയിരുന്നു. അതൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇദ്ദേഹം ഈ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ? ആളെ അറിയാലോ, ബ്രിട്ടീഷ് കിങ് ആവേണ്ട ആളാണ്. കിങ് ആയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആയില്ലെന്നുണ്ട്, ഒരു അച്ഛൻ ഇപ്പോഴും ഉണ്ടെന്നുണ്ട്. രാജാവ്, മിനിമം രാജകുമാരനെങ്കിലും ആണ് ചങ്ങാതി. പുള്ളിയുടെ അനിയനെ നമ്മൾ അമേരിക്കയിലേക്ക് നാട് കടത്തി. ഇപ്പോൾ പുള്ളിയുടെ ഭാവി തുലാസിലാണ്. ട്രംപ് പറഞ്ഞാൽ നിൽക്കും, ട്രംപ് പോകാൻ പറഞ്ഞാൽ പോകുന്ന അവസ്ഥയാണ് അനിയനെ. ഇത് ചേട്ടനാ. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ആക്ഷൻ പൊതുരംഗത്ത് കാണിക്കുന്നത് എത്ര മാത്രം ന്യായീകരിക്കാൻ പറ്റും? അത് ന്യായീകരിക്കാം. മറ്റൊരു ആംഗിൾ കാണുകയാണെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ മീഡിയ എന്നൊക്കെ ലിറ്ററസി ഉണ്ടെങ്കിൽ പുള്ളിയുടെ 3ാമത്തെ കുട്ടിയുടെ വരവ് അറിയിച്ചതാണ്. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ അയക്കുന്നതിന് മുൻപേ 2ാമതൊരു ഫോട്ടോയ്ക്ക് സാധ്യതയുണ്ടോ എന്നൊന്ന് നോക്കി ആ ഫോട്ടോ വന്ന വഴി ശരിയാണോ എന്നൊന്ന് മനസ്സിലാക്കി ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആദ്യത്തെ ഫോട്ടോയിൽ അയാളെ വിമർശിക്കില്ലായിരുന്നു. അത് വളരെ ലൈറ്റായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഇങ്ങനെയുള്ള 100 കണക്കിന് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കണ്ടൻറ് ഇല്ലാത്തതല്ല നമ്മുടെ പ്രശ്നം,
ഉള്ള കണ്ടൻറ്റിനെ എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏതെടുത്ത് ആ ഒരു ഫിൽറ്ററിങ് എന്നുള്ള കാര്യം നടക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. ആ ഫിൽറ്ററിങ്ങിന് അവരെ സാധ്യമാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള സ്കിൽ അത്യാവശ്യമാണ്. ഈ പറയുന്ന 3 ലിറ്ററസികളും അത്യാവശ്യമാണ്. ഈ 3-4 ഫിൽറ്ററുകൾ ഒരുമിച്ച് വെച്ചാൽ മാത്രമേ ഇനി മുന്നോട്ടേക്ക് കുറേ കൂടി നോർമലായിട്ടുള്ള ഒരു സ്വയം ചിന്തിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്തത് ലൈഫ് സ്കിൽസാണ്. ഫ്ലെക്സിബിലിറ്റി, ലീഡർഷിപ്പ്, ഇനീഷ്യേറ്റീവ്, പ്രൊഡക്ടിവിറ്റി, സോഷ്യൽ സ്കിൽസ്. അറ്റ്ലീസ്റ്റ് ഞാൻ പഠിക്കുന്ന കാലം വരെയെങ്കിലും ഇതൊന്നും ക്ലാസ്സിലുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇതുണ്ട് എന്ന് എനിക്ക് ഇതുവരയ്ക്കും എവിഡൻസസ് കിട്ടാത്തത് കൊണ്ട് അവിടെ ഇവിടെയുള്ള 1-2 സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി ഇത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. കാരണം കുട്ടികളിൽ ഈ ഫ്ലെക്സിബിലിറ്റി വളരെയധികം ഉണ്ട്. പലതരത്തിലുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പഠനത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള റിസപ്ഷൻ പവർ കുട്ടികൾക്കുണ്ടെങ്കിലും അത് കൊടുക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഇന്നും അധ്യാപക സമൂഹത്തിനില്ല. കുറച്ച് വ്യത്യാസം വന്നിരുന്നത് കോവിഡ് കാലത്തായിരുന്നു. അവർ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ നിർബന്ധിതരായി. കോവിഡ് കഴിഞ്ഞു തിരിച്ച് പിന്നെയും കുറേ വഴക്കും പറഞ്ഞു ഇതിനെ ഓൺലൈൻ ക്ലാസ്സുകളെ. എന്നാൽ ഇന്നും ലോകത്ത് അഡ്വാൻസ്ഡ് ആയ രാജ്യങ്ങളിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് മുഖാമുഖം പഠിക്കുന്ന അറിവുകളോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും ഓൺലൈനിലുള്ള പല കോഴ്സുകളും അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കേഷൻ വാങ്ങിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അത് ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ് നമ്മുടെ അധ്യാപകർക്ക് അറിയാത്തത്. അവർക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട്. മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു കഴിവിനെ നമുക്ക് വേണമെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. ലീഡർഷിപ്പ്. ക്ലാസ്സിലൊരു ലീഡർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ലീഡർ മതിയോ ഒരു ക്ലാസ്സിൽ നിന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെ നമുക്ക് കുട്ടികൾ ലീഡർഷിപ്പ് കൊണ്ടുവരാൻ പറ്റും? അതിന് എന്ത് തരത്തിലുള്ള കൊളാബറേറ്റീവ് പ്രവർത്തനങ്ങൾ പറ്റും? കൊളാബറേഷനും കമ്മ്യൂണിക്കേഷനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ലീഡർഷിപ്പ് ഇനീഷ്യേറ്റീവ് ഉണ്ടാവും. പക്ഷേ കൊളാബറേഷനും കമ്മ്യൂണിക്കേഷനും രണ്ടും നടക്കാത്തൊരു ക്ലാസ്സിൽ ലീഡർഷിപ്പ് ഉണ്ടാവില്ല, ഇനീഷ്യേറ്റീവ് ഉണ്ടാവില്ല. പിന്നെ 45 മിനിറ്റ് എന്നുള്ള സമയം ഒരു സബ്ജക്റ്റിന് അനുവദിക്കപ്പെട്ട ഒരു ദിവസത്തെ സമയം എത്ര പ്രൊഡക്റ്റീവായിട്ടാണ് ചിലവഴിക്കുന്നത്? ഓരോ അധ്യാപകരും സ്വയം ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം വളരെ പരിതാപകരമായിരിക്കും. ഈ 45 മിനിറ്റിൽ എത്ര മിനിറ്റ് കുഞ്ഞ് ശരിക്കും അറിവ് നിർമ്മാണത്തിന് ഉപയോഗിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. സോഷ്യൽ സ്കിൽസിൻ്റെ കാര്യം ഞാൻ പറയുന്നേ ഇല്ല. കാരണം ക്ലാസ് മുറി പൊതുവെ ഒരു ജയിൽ തന്നെയാണ് അന്നും ഇന്നും. അപ്പോൾ അവിടെ മറ്റ് സ്കില്ലുകൾക്ക് വലിയ പ്രാധാന്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ്ലെസ്നെസ് എന്നുള്ളതല്ല നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നം. ജോബ്ലെസ്നെസ് എന്തുകൊണ്ടുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബുണ്ട്, പക്ഷേ ആ ജോബ് എടുക്കാൻ പറ്റിയ സ്കിൽ സെറ്റ്സ് ഉള്ള മനുഷ്യർ നമുക്കില്ല. അതായത് നമ്മൾ അതിന് വേണ്ടിയുള്ളൊരു സിസ്റ്റത്തിലേക്ക് ഇതുവരയ്ക്കും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇനി PPTയിൽ ഇല്ലാത്ത 1-2 കാര്യങ്ങളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ എൻ്റെ സമയം ഏകദേശമായി. ഒന്ന്, ഇന്ന് നിങ്ങൾ നമ്മളുടെ സർവകലാശാലകളിൽ, കലാശാലകളിൽ, സർവകലാശാലകളിൽ ഒക്കെ പഠിപ്പിക്കുന്ന കോഴ്സുകളൊന്ന് എടുത്തു നോക്കൂ. ഇന്നും വളരെയധികം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വാസ്റ്റ് മെജോറിറ്റി ഓഫ് കോഴ്സസ് ഒരു ഉളുപ്പുമില്ലാതെ ഓഫർ ചെയ്യുന്ന സർവകലാശാലകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരു ഉളുപ്പുമില്ലാതെയാണ് അവർ അത്തരം കോഴ്സുകൾ ഓഫർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരു മനുഷ്യന് ഒരു കാര്യമായ ഒരു ബെറ്റർ ലൈഫ് ഓഫർ ചെയ്യാനില്ലാത്ത കോഴ്സുകൾ അധ്യാപകർ അത് പഠിച്ചു പോയി, അവർ റിട്ടയർ ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇന്നും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സർവകലാശാലകളിൽ പല സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ കാരണം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അധ്യാപകർ ഓഫർ ചെയ്യുന്ന കോഴ്സുകളുമാണ്. ഈ കഴിഞ്ഞിടയ്ക്ക്, അതായത് എനിക്ക് 2025 തന്നെയാണ് ഉഷ ടൈറ്റസ്, എനിക്ക് അവർ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഏതൊരു സെക്രട്ടറി പൊസിഷനിൽ ഇരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരുമായിട്ടൊരു സംഭാഷണത്തിൻ്റെ ഭാഗം ഞാൻ കണ്ടത്. കേരളത്തിലെ കോളേജുകളിൽ പ്രൊഫഷണൽ കോളേജ്, അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 18ഓളം കോഴ്സുകളുണ്ട് വളരെ ഔട്ട്ഡേറ്റഡ് ആയത്. നമ്മളത് മാറ്റി പുതിയ രീതിയിലുള്ള കോഴ്സുകൾ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവരുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗം എന്ന് നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന എഞ്ചിനീയറിംഗ്, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത്, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് രംഗത്ത് ഇന്നും യാതൊരു തരത്തിലുള്ള അപ്ഗ്രേഡിങ്ങും നടക്കാത്ത ഒരുപാട് കോഴ്സുകൾ പഠിച്ച് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവരെന്നും എല്ലാ ദിവസവും മാറ്റങ്ങൾക്ക് വിധേയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജോബ് ഇൻഡസ്ട്രിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ പറയുന്നു. ഇത് ഈ ഇടയ്ക്കുണ്ടായിരുന്ന ഒരു ഡിസ്കഷൻ, ഒരിക്കലൊരു സംവാദമായിരുന്നു. ടെക് മഹീന്ദ്രയുടെ ഹെഡ് ഉണ്ടായിരുന്നു അതിൽ, അതുപോലെ പിന്നെ TCSൻ്റെ ഇപ്പോഴത്തെ ഹെഡ്, അങ്ങനെ 2-3 ഇൻഡസ്ട്രി
ഉള്ള ആൾക്കാരുള്ള ഒരു സംഭാഷണം. അതിനകത്ത് അവർ പറഞ്ഞാണ്, ഞങ്ങളുടെ EV മോട്ടോർ വെഹിക്കിൾ ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് EV രംഗത്തേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയാണ്. ടെക് മഹീന്ദ്ര EVയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോഴ്സ്, ഇതൊരു യാഥാർത്ഥ്യമാക്കാൻ, ഇലക്ട്രോണിക് വെഹിക്കിൾസ് യാഥാർത്ഥ്യമായിട്ട് നിരത്തിലിറക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ഞങ്ങൾക്ക് കിട്ടാനില്ല. കാരണം കോളേജുകളിൽ എവിടെയും ഈ തരത്തിലുള്ള കോഴ്സുകൾ കൃത്യമായിട്ട് വന്നിട്ടില്ല. ഇലക്ട്രോണിക് വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻജിനീയറിംഗ് വൈദഗ്ധ്യം ആവശ്യമുള്ള തരത്തിലുള്ള കോഴ്സുകൾ, സ്പെസിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇപ്പോഴും കോളേജുകൾ വന്നിട്ട്, ഞങ്ങൾ കോളേജുകളുമായിട്ട് കൈകോർത്തുകൊണ്ട് പുതിയ രീതിയിലുള്ള പഠനം അവിടെ നടത്തണമെന്ന് ഞങ്ങൾ കോഴ്സും കരിക്കുലം ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ആലോചനയിലാണ്. ഇതാണ് ശരിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മിസ് ചെയ്യുന്നത്, പ്രത്യേകിച്ചിട്ടും കൺവെൻഷണൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ മിസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയും കരിക്കുലവും തമ്മിലുള്ളൊരു മിസ്സിങ്. ഇത് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇത് തമ്മിലൊരു നൈരന്തര്യം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, ഇവിടെ ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്ത പൈസ, ടൈം, എഫേർട്ട്, മാൻ പവർ, ഇതൊക്കെ നമുക്ക് അപ്പുറത്ത് പ്രയോജനപ്പെടുന്ന രീതിയിൽ, വ്യക്തികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും തമ്മിലൊരു വോയിഡ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്യാപ്പ് നിലനിൽക്കുകയാണെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് മുഴുവനും വേസ്റ്റ് ആവുകയും അവിടെ ചെന്ന് കഴിയുമ്പോൾ പുതുതായി വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് ഒന്നിൽ നിന്ന് തുടങ്ങി പഠിച്ചെടുക്കേണ്ട അവസ്ഥയുമായിട്ട് വരും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല 18, 19, 20 വർഷം കാര്യമായ പിന്നീടുള്ള ജീവിതത്തിൽ ഉതകുന്ന കാര്യമായ കാര്യങ്ങൾക്കൊന്നും ഉപയോഗത്തിലെത്താത്ത പല വേസ്റ്റായ കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച് ക്ലാസ് മുറികളിൽ, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിന് ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റുകൾ ഒന്നും നേടാതെ പുറത്തിറങ്ങി വരുന്ന ഓരോ വ്യക്തിയും, ഓരോ കുട്ടിയും നമ്മളെ നോക്കി നമ്മളോട് പറയുന്നത്, നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നായിരിക്കും. 20 വർഷം ഇൻവെസ്റ്റ് ചെയ്ത ഓരോ കുട്ടിയും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സ്കൂളുകളും കോളേജുകളും കരിക്കുലവും ഒക്കെ ഉണ്ടാക്കി ഇവിടെ ഈ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിലിരിക്കുന്ന വ്യക്തികളോട് ചോദിക്കുന്ന ഒരു കണ്ണുനീരോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നോട് എന്തിനീ ചതി ചെയ്തു എന്നുള്ളത്. അതിനൊരു ഉത്തരം നമ്മൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. അത് ഞാനും നിങ്ങളുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. നമുക്കതിന് ഉത്തരം കൊടുക്കാൻ പറ്റണം. നമുക്ക് കളിക്കാനുള്ള കളിപ്പാട്ടം, തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടമല്ല കുട്ടികൾ. നമ്മളുടെ കഴിവുകേടുകൾ അടിച്ചേൽപ്പിക്കാനുള്ളവരല്ല നമ്മുടെ കുട്ടികൾ. നമ്മുടെ കുട്ടികളുടെ അത്രയും ഉയരാനുള്ള കഴിവെങ്കിലും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം അധ്യാപകരുടെ അടുത്തു നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാവണം എന്ന് ഒരു എന്താ പറയുന്ന ഒരു കൺക്ലൂഷനോട് കൂടി ഈ ഒരു ടോക്ക് ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊന്ന് ഞാൻ 5 മിനിറ്റ് മുമ്പേ നിർത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾ, സംവാദം ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സംവാദം അതിനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ 5 മിനിറ്റ് ഗ്യാപ്പും കൂടി കൊടുത്തിട്ടാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. ഹലോ, നമസ്കാരം. ധന്യ, നല്ല പ്രഭാഷണമായിരുന്നു. എനിക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച്, നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ വിദ്യാഭ്യാസ രീതി, കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ഒരുപാട് എതിർപ്പുണ്ട്. ചില സമയങ്ങളിൽ എൻ്റെ മകൻ അമേരിക്കയിലാണ്, US അവൻ പഠിക്കുന്നതൊക്കെ. അപ്പോൾ അവിടെയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളിലൊക്കെ അവിടുത്തെ വിദ്യാഭ്യാസ രീതിയോട് യോജിക്കും. ചില സമയത്ത് വിചാരിക്കും പല കാര്യങ്ങളിലും അവർ പിന്നോട്ടാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരുപാട് എണ്ണത്തിൽ ഒന്ന്, കേഴ്സീവ് റൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റുന്നതിന് പകരം അത് പാർഷ്യലി അത് മിനിമൈസ് ചെയ്യുക, അതായത് ഒരു മസിൽ മെമ്മറിയൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് അത് ഉപകാരപ്പെടുന്നതല്ലേ. ഞാൻ അവിടെ കാണുന്നത് പറഞ്ഞാൽ, അവിടെ പഠിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞ് പലരും ജോലി ചെയ്യുന്നവരിൽ പലർക്കും അവർക്ക് എന്തെഴുതുന്നുള്ള കാര്യങ്ങൾ അവർ വളരെ നല്ല ധാരണയുണ്ട്, നല്ല അഗാധമായിട്ടുള്ള അറിവുണ്ട്. പക്ഷെ അവർ എഴുതുന്ന രീതി എന്ന് പറയുന്നത് വളരെ പൂറാണ്. അതേസമയത്ത് ഇന്ത്യയിൽ നിന്ന് പഠിച്ചു വന്ന ഒരു കുട്ടി എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെടിപ്പായിരിക്കും, നല്ല രീതിയിൽ നല്ല ഭംഗിയുണ്ടാവും, വളരെ കുറച്ച് ചിലവഴിച്ച് കൂടുതൽ കാര്യങ്ങൾ എഴുതാനായിട്ടും കൺവേ ചെയ്യാനായിട്ടും അവർ എന്തെഴുതുന്നു ചിലപ്പോൾ അവരുടെ തലയ്ക്കകത്ത് കാണത്തില്ല. എൻ്റെ മകനും അവൻ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഒരു ബുക്ക് വായിച്ചിട്ട് ഒരു കാര്യം അതൊന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എത്ര സമയം, എത്ര ദിവസം എടുക്കുമായിരിക്കും. പക്ഷേ അവൻ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമോശമാണ്. അപ്പം ഞാൻ അവൻ്റെ സ്കൂളിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ടെക്നോളജിയൊക്കെ കുറച്ചിട്ട് കുറച്ചുകൂടി എഴുതുന്ന ഫിസിക്കൽ ബുക്കും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താണ്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് നമുക്കൊന്ന് പൊരുത്തപ്പെടുത്തി രണ്ടും കൂടി ചേർത്ത് ഒരു ഹാർമണി ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം,
വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഓട്ടോണമി ഫുൾ അതോറിറ്റി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കേരളത്തിൽ? താങ്ക് യു. രണ്ടാമത്തെ ഞാൻ ആദ്യം തന്നെ ഉത്തരം പറയാം. അതൊരു ഒരിക്കലും നടക്കാത്ത മനോഹരമായൊരു സ്വപ്നമാണ് എന്നൊക്കെ വേണമെങ്കിൽ കാറ്റഗറിയിലേക്ക് പെടുത്താം. എന്നാലും വിദ്യാഭ്യാസ മന്ത്രിയായി ഞാൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നതിനെക്കുറിച്ചൊരു ധാരണ അധ്യാപകരിൽ ഉണ്ടാക്കിയെടുക്കലായിരിക്കും. സ്കൂളുകളിലേക്ക് കുറേ ബെഞ്ചും ഡെസ്കും അല്ലെങ്കിൽ ടൈലിട്ട മുറ്റവും ഇതൊന്നുമല്ല. അതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഈ അധ്യാപകരുടെ പഠിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം കൊണ്ടുവരാതെ, അധ്യാപകർ അതിനുവേണ്ടി നിർബന്ധിക്കാതെ, അതിവിടെ ഒരു കൃത്യമായ ഓഡിറ്റിംഗ് സിസ്റ്റം വരാതെ നമുക്ക് ഒരു തരത്തിലുള്ള മാറ്റവും വിദ്യാഭ്യാസ രംഗത്ത് വരുത്താൻ പറ്റില്ല. ഏറ്റവും കുറവ് ഓഡിറ്റിംഗ് സിസ്റ്റമുള്ള സംവിധാനം ഏതാണ് ഇന്ന് ഇന്ത്യയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം തന്നെയാണ്. ഒരു ഉത്തരവാദിത്വവും ആർക്കും ഇല്ല. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട, ചോദിക്കാനും ആരുമില്ല, പറയാനും ആരുമില്ല. അത് ഒരു മാറ്റം. അതായിരിക്കും ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ ആദ്യം താല്പര്യപ്പെടുക. ഐ മേക്ക് ഷുവർ ആ ഒരു കാര്യം നടക്കുമെന്നുള്ളത്. അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനി രണ്ടാമത് കഴ്സീവ് റൈറ്റിംഗ് മുതലായിട്ടുള്ള കാര്യങ്ങൾ. കഴ്സീവ് റൈറ്റിംഗ് ഞാൻ എന്തുകൊണ്ട് സ്പെസിഫിക് ആയി പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴ്സീവ് റൈറ്റിംഗ് ഈ പറഞ്ഞ പോലെ മസിൽ മെമ്മറിയാണ്. ഒരു പരിധി വരയ്ക്ക് അത് മസിൽ മെമ്മറിയാണ്. അങ്ങനെ പഠിച്ചാൽ അങ്ങനെ എഴുതി പോകും. എന്തിനാ കഴ്സീവ് റൈറ്റിംഗ് ആക്കുന്നത്? എന്തുകൊണ്ട് ബ്ലോക്ക് ലെറ്റേഴ്സ് പാടില്ല? അത് ഭംഗിയായിട്ട് എഴുതാൻ പഠിപ്പിക്കും. എഴുതുന്നത് ഭംഗിയായും വെടിപ്പായി എഴുതണം. എന്തിന് കഴ്സീവ് റൈറ്റിംഗ് എന്ന ചോദ്യം വരുന്നത്, ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം, ഇതിൽ ആധികാരികതയുണ്ട്, എനിക്ക് നിന്നെക്കാളും നന്നായിട്ട് അറിയാമെന്ന് കുട്ടികളുടെ മുന്നിൽ വീമ്പ് നടിക്കാൻ അധ്യാപകർക്ക് വളരെ അപൂർവം കിട്ടുന്ന സാധ്യതകൾ ഒന്നാണിത്. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് എന്താ പറയുക, തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ളൊരു ശ്രമം. ഇതൊക്കെയാണ് എന്നെ കഴ്സീവ് റൈറ്റിങ്ങിന് എഗൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കഴ്സീവ് റൈറ്റിംഗ് ആവശ്യമില്ല എന്ന് എനിക്ക് വാദിക്കേണ്ടി വരുന്നത്. കാരണം ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിൽ എങ്ങനെ എഴുതുന്നു എന്നുള്ളതിനേക്കാളും എത്രയോ പ്രാധാന്യം ആ ഭാഷയുടെ വാക്കുകളുടെ പഠിക്കാനുണ്ട്, വൊക്കാബുലറി പഠിക്കാനുണ്ട്, ആ ഭാഷയുടെ യൂസേജ്, പലതരത്തിൽ ഭാഷ ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ആ ഭാഷയിൽ വ്യക്തമായിട്ട് എഴുതിയും സംസാരിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുകൾക്ക് കൊടുക്കാനുണ്ട്. ആ ഭാഷയിൽ സ്വയം പുതിയ കാര്യങ്ങൾ ചിന്തിച്ചുണ്ടാക്കി പറഞ്ഞ് ഫലിപ്പിക്കാനും മനസ്സിലാക്കാനും ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാനും ഒക്കെയുള്ള കഴിവുകളുണ്ട്. ലിസ്ണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് എന്നുള്ള 4 കാറ്റഗറിക്ക് അണ്ടറിൽ വരുന്ന ഒരുപാട് സബ് സ്കില്ലുകളുണ്ട്. അതൊക്കെ പഠിപ്പിക്കാനുള്ള സമയത്തിൻ്റെ ഒരു സിംഹഭാഗം എടുത്തിട്ട് ഒരു 4 വരി കോപ്പിയിൽ എഴുതിപ്പിച്ച് കളയുന്നതിനോടുള്ള ആ ഒരു പ്രവർത്തനത്തോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. നന്നായിട്ട് എഴുതാൻ പറ്റണം, ഭംഗിയായിട്ട് എഴുതാൻ പറ്റണം, വായിച്ചാൽ മറ്റൊരാൾക്ക് മനസ്സിലാവണം. ഇനി അടുത്ത പ്രശ്നം, നിങ്ങളിൽ എത്ര പേർ കൈകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച എന്തെങ്കിലും എഴുതിയിട്ടുണ്ട്? എന്താണ് നിങ്ങൾ എഴുതിയത്? എത്ര സമയം എഴുതി? നോട്ട്സ് എഴുതി, ഓക്കെ. ഡയറി എഴുതുന്നവർ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. പിന്നെ എന്നാൽ നമ്മൾ എഴുതുന്നില്ലേ? എഴുതുന്നുണ്ട്. നമ്മൾ പല രീതിയിൽ എഴുതുന്നുണ്ടെന്നേ ഉള്ളൂ. ചിലത് വോയിസ് ടൈപ്പ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ മൊബൈലിൽ മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ ജോലി സംബന്ധമായ, ജീവിത സംബന്ധമായ കമ്പ്യൂട്ടറിൽ എഴുതുന്നവരുണ്ട്. എഴുത്ത് എന്നുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഫിസിക്കലി പെന്ന് വെച്ച് പേപ്പറിൽ എഴുതുന്ന അതാണ്. അപ്പോൾ ലോകം മാറുന്നതിനനുസരിച്ച് പല കാര്യങ്ങളിലും മാറ്റം നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് അതിൽ കൊടുക്കുന്ന സമയം, എഴുത്ത് പഠിപ്പിക്കരുതെന്നല്ല, മെക്കാനിക്കലായിട്ടുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന സമയം കുറച്ച് കൊണ്ടുവന്നിട്ട് ഭാഷാപരമായിട്ടുള്ള പ്രാവീണ്യം നേടാനുള്ള സമയം കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പല പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഈ പറയുന്ന പല പരിമിതികളും മറികടന്നുകൊണ്ട് കുട്ടിക്ക് കുറേ കൂടി ബെറ്ററായിട്ട് ഭാഷ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഭംഗിയായിട്ട് കോപ്പി എഴുതി കഴ്സീവ് എഴുതിക്കൊണ്ട് നമ്മളിരിക്കും. 10ാം ക്ലാസ്സിൽ എഴുതുന്ന കണ്ടൻറ്റിന് യാതൊരു ബോധമില്ലെങ്കിലും ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് പരീക്ഷ പാസ്സാവാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമ്മളിരിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 10 മാർക്കുള്ള ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യനിൽ ഭംഗിയുള്ള കൈയക്ഷരത്തിന് അടിവര ഇടുന്നതിന്, മാർജിൻ ഇടുന്നതിന്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുന്നതിന്, കോമയും കുത്തും ഇടുന്നതിന് എല്ലാം കൂടി ചേർത്ത് 10-1 മാർക്കേ ഉള്ളൂ. ആ 10-1 മാർക്കിനാണ് മണിക്കൂറുകളോളം നമ്മൾ കുട്ടികളെ കൊല്ലാക്കൊല ചെയ്ത് കഴ്സീവ് റൈറ്റിംഗ് എന്നുള്ളൊരു കേഴ്സിന് വിധേയമാക്കുന്നത്. അപ്പോൾ ആ സമയം കുറച്ച് കുറയ്ക്കുക. കഴ്സീവ് വേണമെന്നില്ല, ബ്ലോക്ക് ലെറ്റേഴ്സ് ആയാലും മതി, എഴുതുന്നത് വൃത്തിയായി ലെജിബിൾ ആയാലും എഴുതിയാൽ മതി എന്നുള്ളൊരു ചെറിയൊരു നീക്കുപോക്കിന് അധ്യാപകർ തയ്യാറായി കഴിഞ്ഞാൽ കുറേ കൂടി മെച്ചപ്പെട്ട ഭാഷ
പ്രാവീണ്യമുള്ള കുട്ടികളെ സൃഷ്ടിക്കാനുള്ള സമയം നമുക്ക് കിട്ടും. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻസ്. മാഡം വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങൾ അവതരിപ്പിച്ചു. വളരെ അഭിനന്ദനാർഹമായ പ്രഭാഷണവുമായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു സ്വയം വിമർശനം നടത്തിയ ഒരു അധ്യാപിക എന്ന നിലയിൽ അത് പ്രത്യേകം സ്വയം വിമർശനം നടത്തിയിരുന്നു. ഒരധ്യാപികയായിട്ടും കൂടി അധ്യാപക വർഗത്തിന് ഉണ്ടായ മൂല്യച്യുതിയെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇവിടെ സമയമില്ലാതെ നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് പറയുക, പൂച്ചയ്ക്കാരും മണി കെട്ടും, പൂച്ചയ്ക്ക് നമ്മൾ തന്നെ മണി കെട്ടണം. അപ്പോൾ ഇതിന് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ, മുകുളങ്ങളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് രാജ്യം നന്നാക്കുക. എല്ലാ രാജ്യവും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ മുകുളങ്ങളെ വളർത്തുന്നതിന് അധ്യാപകർക്കാണ് ഏറ്റവും കൂടുതൽ റോളെന്ന് നമുക്കറിയാം. പക്ഷേ അധ്യാപകരുടെ റോള് നമ്മളൊന്ന് അസസ് ചെയ്താൽ മൂന്നായിട്ട് പൊതുവേ വിഭജിക്കാറുണ്ട്. ഒന്ന് ആവറേജ് അധ്യാപകർ, ദാറ്റ് എക്സ്പ്ലെയിൻസ്. ഗുഡ് അധ്യാപകർ, ആവറേജ് അധ്യാപകർ കംപ്ലയിൻസ്, ഗുഡ് അധ്യാപകർ എക്സ്പ്ലെയിൻസ്. എന്നാൽ സ്പെഷ്യലായിട്ട് എക്സ്പെർട്ട് അവർ അപ്രീസിയേഷൻ കൊടുക്കും. നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഓരോ കുട്ടിക്കും ഓരോ സ്കില്ലുണ്ട്. ആ സ്കില്ല് കണ്ടെത്തി അത് വളർത്താൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് സ്കിൽസ് ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ തുടങ്ങി ഒരുപാട് തരമുണ്ട്. അത് വളർത്താതെ എങ്ങനെ കുട്ടിയെ ഡെവലപ്പ് ചെയ്തെടുക്കും, അതിന് അധ്യാപകരുടെ റോള് വളരെ വലുതാണ്. അപ്പം അധ്യാപകരുടെ യൂണിയനോ സംഘടനയോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനൊരു അധ്യാപകനല്ല, ഞാനൊരു ഡോക്ടറാണ്. അത് കാരണം എനിക്ക് അതൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ, അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ആ കൂട്ടത്തിൽ ബിഹേവിയറൽ സയൻസും, ഇത് രണ്ടും കൂടെ മിങ്കിൾ ചെയ്താൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അധ്യാപകരുടെ റോള് ഇതും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു കരിക്കുലം സെറ്റ് ചെയ്താൽ ശരിയാവുമെന്ന് എനിക്കൊരു തോന്നൽ. സർ, നമുക്ക് കരിക്കുലത്തിലെ കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് കരിക്കുലം ഒരു പരിധി വരെയെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസും ബിഹേവിയറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ പ്രശ്നം എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10-20 വർഷം പഠിച്ചത്, ഒരു വിദ്യാർത്ഥിയായിട്ട് പഠിച്ചത് ഒരു സിസ്റ്റം, 1-2 വർഷത്തെ ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെയും പോകുന്നത് ബാക്ക് ടു ദ സെയിം സിസ്റ്റം. അപ്പോൾ ഈ 2 വർഷത്തെ വലിയ വ്യത്യാസത്തിന് ഇവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. അതിന് ഈ സ്വയം നവീകരണ പ്രക്രിയ വേണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പൂച്ചക്കാരും മണി കെട്ടും. അല്ല, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടൊരു പൂച്ച ഞാനായതുകൊണ്ട് എനിക്ക് മണി കെട്ടുക. നിങ്ങൾ ഓരോരുത്തരും, എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അധ്യാപകർ തന്നെയാണല്ലേ. കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറയുകയും സംവദിക്കുകയും അവരുമായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഒരു അധ്യാപകൻ്റെ പാർഷ്യൽ റോളുണ്ട്. നമ്മൾ ഓരോരുത്തരും അതങ്ങ് എടുത്താൽ പോരെ. ആരെങ്കിലും എപ്പോഴെങ്കിലും വന്ന് കാര്യങ്ങൾ ശരിയാക്കുമെന്ന് പറയുന്നതിന് പകരം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കുട്ടികളടുത്ത് ഈ രീതിയിൽ ഈ പറയുന്ന സ്കിൽ സെറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു ചോദ്യം ചോദിക്കുന്നു, ഒരു കുട്ടി ഒരു ഉത്തരവും കൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ വന്നിരുന്ന് പഠിക്കുന്ന സമയത്ത് മോനെ ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് 5 മിനിറ്റ് തരാം, ഈ പാരഗ്രാഫിൽ നിന്ന് എനിക്ക് 3 ചോദ്യം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾ ബൈഹാർട്ട് പഠിപ്പിക്കുന്നതിൽ നിന്നും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത്രയും സിമ്പിളാണ് കാര്യം. നീ ചോദ്യത്തെ ഉത്തരം എഴുതുന്നതിന് പകരം ഞാൻ നിനക്കൊരു ഉത്തരം എന്താ, ഇതിനെ പറ്റിയ 2 ചോദ്യം നീ ഉണ്ടാക്കിത്താ എന്ന് പറയുമ്പോൾ ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം ആ കുട്ടി ആ ഉത്തരത്തിനെ മറ്റൊരു രീതിയിലാണ് സമീപിക്കുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് പാരൻസ് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് എവിടെയെങ്കിലും ലെസൺ പ്ലാൻ എഴുതി വെച്ച് പഠിക്കേണ്ട സാധനം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൂച്ച ഞാനായതുകൊണ്ട് എനിക്ക് തന്നെ ഞാൻ മണി കെട്ടുകയും വേണം. അത് മുഴുവൻ ശരിയാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ സ്കൂളിലിരിക്കുന്ന കുട്ടി, 8-നോ 9-നോ വീട്ടിലെത്തുന്ന മാതാപിതാക്കൾ, അവർ അധ്യാപകരല്ല. കുട്ടിയുടെ ദൃഷ്ടിയിൽ അവർ അധ്യാപകരല്ല, അവർ മാതാപിതാക്കളാണ്. ആയിക്കോട്ടെ, അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള അർഹതയൊന്നും നിങ്ങൾക്കില്ല എന്നാണ് അവരുടെ മൈൻഡിൽ. അല്ല, അത് നമ്മളുടെ അത് വേറൊരു വിഷയമാണ്. അത് പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. അതായത് കുട്ടികളെ ചോദ്യം ചോദിക്കാനുള്ള അർഹത പാരന്റ്സിന് ഇല്ല എന്ന് കുട്ടികൾ ബോധ്യം വരുന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു കുഴപ്പം അധ്യാപകർ അത് ഡീൽ ചെയ്യണ്ടേ, അത് ചെയ്യണം. അല്ല, തങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ അവകാശം എന്ന് കുട്ടികൾ അധ്യാപകരോടും ചോദിക്കേണ്ട. അപ്പോൾ ആ ചോദ്യം അവരെല്ലാവരോടും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ലേശം അപ്ഗ്രേഡ് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്ഗ്രേഡ് ചെയ്യണം, അത് 2 കൂട്ടരും ചെയ്യണമെന്നാണ് ഞാൻ വേണം എല്ലാവരും ചെയ്യണം. 2 കൂട്ടരിൽ എല്ലാവരും ചെയ്യണം.